ഹലോ. ഗോവയിലെ നാലാമത്തെ ദിവസമാണ്. ഇന്നും ഞാൻ രാവിലെ 6 മണിയായപ്പോൾ എഴുന്നേറ്റ്. ഞാൻ എന്നും എഴുന്നേറ്റ് ആദ്യം വരുന്നത് ഈ ബാൽക്കണിയിലേക്കാണ്. ഇവിടെ നിന്ന് ദൂരെ ഒരു വയൽ കാണാൻ പറ്റും. കുറച്ച് നേരം അതൊക്കെ കണ്ട് അവിടെ നിൽക്കും. പിന്നെ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. രാവിലത്തെ തുടക്കം തന്നെ നല്ല അടിപൊളി ഫ്രഷ് ആവും. കുറച്ച് ധൃതിയിലാണ് ഞങ്ങൾ ഒരുങ്ങുന്നത്. തലേ ദിവസമേ നമ്മൾ അടുത്ത ദിവസം എങ്ങോട്ടാ പോകണ്ടേന്നൊക്കെയുള്ള പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടാണ് കിടക്കുന്നത്. അതനുസരിച്ച് ഇന്ന് നമുക്ക് 8 മണിക്ക് ഇറങ്ങണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. നടക്കുമോയെന്നറിയില്ല, പക്ഷെ മാക്സിമം സ്പീഡിലാണ് ഞങ്ങൾ ഒരുങ്ങുന്നത്. അപ്പം ഇന്ന് എങ്ങോട്ടാ യാത്രയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇന്ന് നമ്മൾ പോകുന്നത് പാനാജി, അതായത് ഓൾഡ് ഗോവയുടെ സൈഡിലേക്കാണ്. നമ്മൾ ഈ താമസിക്കുന്ന സിയോലിം ടു പാനാജി ഏകദേശം 45 മിനിറ്റ് ടൈം എടുക്കും. പിന്നെ ട്രാഫിക് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും 1 മണിക്കൂർ എടുക്കും നമ്മൾ അവിടെ എത്താനായിട്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ 8 മണിക്ക് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബോബനും മോളിയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 8 മണിയെന്ന് പറഞ്ഞിട്ട് 8:15 ഇനി താഴെ ചെന്ന് സ്കൂട്ടിയൊക്കെ എടുത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് എന്തായാലും 8:30 ആവും. സാരമില്ല, 8 മണി എന്നുള്ളത് 8:30 അരമണിക്കൂർ മാത്രമേ നമ്മൾ താമസിച്ചിട്ടുള്ളൂ. 8:30 ഇറങ്ങി എനിക്ക് തോന്നുന്നു ഒരു 9:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്ര സമയം എടുക്കും അവിടം വരെ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ യാത്ര തുടങ്ങി. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് ഗോവയിലെ ഏറ്റവും പ്രശസ്തമായ ബസിലിക്ക ഓഫ് ബോം ജീസസ് ചർച്ചിലേക്കാണ്. ഇത് ഓൾഡ് ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഗോവയിലെ ഫേമസ് ആയിട്ടുള്ള അടൽ സേതു ബ്രിഡ്ജ് കാണാനായിട്ട് പറ്റും. മുംബൈയും നവി മുംബൈയും ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് ഈ കാണുന്ന അടൽ സേതു ബ്രിഡ്ജ്. ഏകദേശം 21.8 കിലോമീറ്റർ നീളമുള്ള ഈ പാലം 2024 ഉദ്ഘാടനം ചെയ്തത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഈ ഒരു ബ്രിഡ്ജ് അറിയപ്പെടുന്നത്. ഈ പാലം വന്നതോടെ യാത്രാ സമയം ഏകദേശം 2 മണിക്കൂറിൽ നിന്നും വെറും 20 മിനിറ്റായിട്ട് കുറഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്രയുടെ ഗതാഗത രംഗത്തെ വലിയൊരു മുന്നേറ്റം തന്നെയാണ് നമ്മൾ ഈ കാണുന്ന അടൽ സേതു ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ താണ്ടി നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ആ പള്ളി, ബസിലിക്ക ഓഫ് ബോം ജീസസ് ചർച്ച്. അവിടെ ഇവർ ടൈമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, മൺഡേ ടു സാറ്റർഡേ, സൺഡേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മളിവിടെ വന്നപ്പോൾ വെളിയിൽ പാർക്കിങ്ങിൽ കുറേ ചേച്ചിമാർ ഈ പൂമാലയും അതുപോലെ ക്യാൻഡിൽസ് ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ കയറി വന്നപ്പോൾ നല്ല മഴയുടെ ഒരു കാലാവസ്ഥ, നല്ല നല്ല അടിപൊളി ഒരു കാലാവസ്ഥയാണ്. വലിയ ചൂടൊന്നുമില്ല, നല്ല സുഖമാണ് ഇപ്പം നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ ആണെങ്കിൽ ഒരു കുരിശുമൂടുണ്ട്. അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് ഈ മെഴുകുതിരിയൊക്കെ ഒന്ന് കത്തിക്കാം. ഞാൻ ആ പറഞ്ഞ കുരിശുമൂട്. ഇവിടെ ഞങ്ങൾക്ക് മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയിട്ട് തീപ്പട്ടിയൊന്നും എൻ്റെ കയ്യിലില്ല. ഇവിടെ വേറെ മെഴുകുതിരി ഒന്നും ആരും കത്തിച്ച് വെച്ചിട്ടില്ല. പിന്നെ നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ മാല കൊണ്ട് ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് അകത്ത് പോയി മെഴുകുതിരി അകത്ത് എവിടെയെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചു. കാരണം മഴ പെയ്യുന്നത് കൊണ്ട് അവിടെ കണ്ട മെഴുകുതിരി കത്തിക്കുന്നിടത്തൊക്കെ വെള്ളമാണ്. അതുകൊണ്ട് എന്തായാലും മെഴുകുതിരി കത്തിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇനി നമുക്ക് പള്ളിയുടെ അകത്തേക്ക് പോവാം. മഴ നന്നായിട്ട് പെയ്തു തുടങ്ങി. മഴ ഒന്നും കൂടെ
വൃത്തിയായിട്ട് പെയ്യാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മഴയുടെ മൂഡിൽ ആ പള്ളി കാണാൻ എന്ത് രസമുണ്ടെന്ന് നോക്കിയേ. മഴയാണെങ്കിൽ ആ പള്ളിയുടെ സൗന്ദര്യം ഒന്നും കൂടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം നല്ല മഴ, നമുക്ക് അകത്തേക്ക് പോവാം. അകത്ത് ഫോട്ടോഗ്രാഫി ഒന്നും അലോ അല്ല, അതുകൊണ്ട് എനിക്കൊന്നും കാണിക്കാൻ പറ്റത്തില്ല. 2016 ഞാനും അച്ചു ഹണിമൂണിൽ ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങൾ ഈ പള്ളിയിൽ വന്നിട്ടുണ്ട്. അകത്ത് ആ ടൈമിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പം പറ്റത്തില്ല. അപ്പം ഞങ്ങൾ അകത്ത് കയറി എല്ലാ കാഴ്ചകളും കണ്ടിട്ട് വെളിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴും മഴ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഗോവയിലെ ഓൾഡ് ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ പള്ളിയാണ് ഈ ബസിലിക്ക ഓഫ് ബോം ജീസസ് ചർച്ച്. 1605 നിർമ്മിച്ച ഈ പള്ളി ബാറോക്ക് ശൈലിയിലെ മനോഹരമായ വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ടതാണ്. പ്രശസ്ത മിഷണറിയായ സെന്റ് ഫ്രാൻസിസ് സേവ്യറുടെ വിശുദ്ധ ശരീരം ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ഗോവ സന്ദർശിക്കുന്നവരാണെങ്കിൽ ഇവിടെ മസ്റ്റ് വിസിറ്റ് ആണ്. നല്ല അടിപൊളി ഒരു ചേർച്ചാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ വരുന്നവരുണ്ടെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും വരണേ. സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയുണ്ട്. ഇവിടെ സൈഡിൽ ഒരു കൗണ്ടറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് തുച്ഛമായിട്ടുള്ള ടിക്കറ്റ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ കയറി ആ ഷോ കാണാവുന്നതേ ഉള്ളൂ. ഇതിനകത്തും ഫോട്ടോഗ്രാഫി അലോ അല്ല, അതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റത്തില്ല. ഇതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ ലൈറ്റുകളും സൗണ്ട് എഫക്റ്റും പിന്നെ ചലിക്കുന്ന പ്രതിമകളൊക്കെ വെച്ചിട്ട് അവർ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറുടെ കഥ ജീവിക്കുന്നത് പോലെ അവതരിപ്പിക്കും. അതാണ് ഇതിനകത്ത് അവർ മെയിനായിട്ട് കാണിക്കുന്നത്. നല്ല രസമുണ്ട്. അപ്പം വരുന്നവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണണം. പിന്നെ ഞങ്ങൾ വെളിയിൽ വന്നിട്ട് ഈ ചേർച്ച് കണ്ടോ, എന്ത് രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ പള്ളിയൊക്കെ കറങ്ങിയിട്ട് അവിടുന്ന് ഇറങ്ങി ആ പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോകാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോകാം. ഇവിടെ ഗോവയുടെ സമ്പന്നമായ ചരിത്രവും പുരാതന ശില്പങ്ങളും രേഖകളും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പഴയ ഗോവയുടെ പൈതൃകത്തെ അടുത്തറിയാൻ ഇതും തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ എല്ലാവർക്കും താല്പര്യമൊന്നും കാണില്ലേ മ്യൂസിയം ഒക്കെ കാണാൻ. പിന്നെ താല്പര്യം ഉള്ളവരാണെങ്കിൽ കണ്ടു നോക്കൂ. അപ്പം ഞങ്ങൾ അവിടെ കയറി കണ്ടു. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. എന്നിട്ട് നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പോവാം. നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകുന്ന വഴിയിലാണെങ്കിൽ ഒരു നദി കണ്ടു. അവിടെ ആണെങ്കിൽ അങ്ങ് ദൂരെ കാണാൻ കുറേ കാസിനോസ് നിർത്തിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ റെസ്റ്റ് ചെയ്യുമായിരിക്കും. നൈറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരേ വൈബായിരിക്കും. നൈറ്റ് ഇത് ഫുൾ ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഗോവയിലെ മറ്റൊരു അട്രാക്ഷനാണ് ഈ കാസിനോസ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് നൈറ്റ് ആകുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്ത സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല മരങ്ങളുണ്ട്. അതിൻ്റെ തണലത്ത് ഞങ്ങൾ സ്കൂട്ടി പാർക്ക് ചെയ്ത ശേഷം നമ്മൾ റിസപ്ഷനിലേക്ക് പോവുകയാണ്. കണ്ടോ, ഈ ഒരു കെട്ടിടത്തിലാണ് റിസപ്ഷൻ. അവിടെ ചെന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ വലിയ പ്രൈസൊന്നുമില്ല, ഒരു 20-30 അങ്ങനെയൊക്കെ ആയിരിക്കും പ്രൈസ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് പോവാം.
ഒക്കെ എടുത്തു. അപ്പം നമ്മുടെ അടുത്ത സ്പോട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങളവിടെ ബോർഡ് കണ്ടില്ലേ? റീസ് മാഗോസ് ഫോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അന്ന് ചപ്പോറ ഫോർട്ടിൽ പോയത് ഓർക്കുന്നുണ്ട്. ചപ്പോറ ഫോർട്ടിൽ പോയതുപോലെ തന്നെ നല്ല ഏറ്റവും കയറി വേണം പോകാനായിട്ട്. എനിക്കറിയില്ല ഇവിടുത്തെ എല്ലാ ഫോർട്ടുകളും ഇങ്ങനെ അങ്ങ് കുന്നിൻ്റെ മണ്ടേ കൊണ്ട് വെച്ചിരിക്കുന്നത് എന്താണെന്നറിയില്ല. എന്തായാലും കുറേ നാളായി നടക്കുന്ന എക്സസൈസും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ വന്നാൽ അങ്ങനെ ഒരു ടെൻഷനില്ല. നടന്ന് നടന്ന് നമ്മൾ ഒരു വഴിയാവും. അപ്പം ഇതാണ് ആ ഗേറ്റ്. അവിടെയാണ് നമുക്ക് പോകാനുള്ളത്. ഈ ഒരു ഗേറ്റിൽ കൂടെ ആ വഴി കണ്ടോ, മൊത്തം ഏറ്റമാണ്. ഏറ്റവും കയറി കയറി മുകളിലേക്ക് പോകണം. അപ്പം മുട്ടുവേദന വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ചപ്പോറ ഫോർട്ടിൻ്റെ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമോ പിന്നെ കുറച്ചൊന്ന് എന്താ പറയുന്നത് ഏറ്റം ഉണ്ടെന്നേ ഉള്ളൂ. ഞാനിങ്ങനെ നടന്നു പോയപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു അട്ടേനെയൊക്കെ കണ്ടിട്ട് എത്ര വർഷമായി. കാപ്പിപ്പൊടി കളറിലുള്ള ഒരു അട്ട. സാധാരണ ബ്ലാക്ക് കളറല്ലേ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ നടന്ന് ക്ഷീണിച്ചെത്തിയിട്ടുണ്ട്. അപ്പം എന്നെപ്പോലെ നടന്ന് ക്ഷീണിച്ച് വലഞ്ഞു വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ നിരപ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയറല്ലല്ലോ, എന്താണ് എന്തോ ഒരു ഇരിപ്പിടം ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്ന് വന്ന് ക്ഷീണിച്ച് ഇരിക്കണം. നല്ല അടിപൊളി കാറ്റാണ്. ആ ബാക്കിൽ കണ്ടോ ആ ഒരു റിവർ കാണാൻ പറ്റും. അവിടെ നിന്ന് നല്ല അടിപൊളി കാറ്റും വരുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം വേണമെങ്കിൽ ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് പോകാം. The restored Rees Magos Fort, inaugurated by Sri Manohar Parrikar 5th June 2012 ഈ ഒരു കോട്ട ഇവിടെ തുറന്നു കൊടുത്തത്. അപ്പം ഇതിൻ്റെ ഈ ഒരു കോട്ടയുടെ എൻട്രൻസിലൂടെയാണ് നമ്മൾ അകത്തോട്ട് കയറിയിരിക്കുന്നത്. അപ്പം നമുക്ക് അകത്തെ വിശേഷമൊക്കെ കാണാം. ഗോവയിലെ മാണ്ഡോവി നദിയുടെ വടക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ കോട്ടയാണ് ഈ ഒരു റീസ് മാഗോസ് ഫോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ വന്നപ്പോൾ ഒരു നദി കണ്ടില്ലേ, ആ നദിയുടെ പേരാണ് മാണ്ഡോവി. അപ്പോൾ 1551 പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഈ കോട്ട ഒരു കാലത്ത് ഗോവയെ സംരക്ഷിക്കുന്ന പ്രധാന സൈനിക കോട്ടയായിരുന്നു. പിന്നീട് ഇത് ജയിലായിട്ടും ഉപയോഗിച്ചിരുന്നു. ദീർഘകാലം അവഗണിക്കപ്പെട്ട കോട്ട പിന്നീട് മനോഹരമായിട്ട് അവർ റീസ്റ്റോർ ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. ഇന്നൊരു ഹെറിറ്റേജ് മ്യൂസിയമായും വ്യൂ പോയിൻ്റ് ആയിട്ടും പ്രവർത്തിക്കുന്നു. ഇവിടുന്ന് നോക്കിയാൽ ഇവർ വലിയ നീളത്തിലുള്ള ഗ്ലാസ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ കാണാനായിട്ട് പറ്റും. ഇവിടെ ആണെങ്കിൽ ഗോവയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഗാലറികളും ഇവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് മാണ്ഡോവി നദിയും പാനാജി നഗരവും നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നമ്മൾ വന്നപ്പോൾ കണ്ടായിരുന്നു ആ ഓപ്പോസിറ്റ് സൈഡിൽ കുറേ കാസിനോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫുൾ സൈഡ് എന്ന് പറയുന്നത് പാനാജി സിറ്റിയാണ്. കണ്ടോ ഇവിടെ ഒരു ഹോള് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡെത്ത് ഹോൾ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതായത് ഈ ഒരു കോട്ടയെ ആക്രമിക്കാനായിട്ട് ഏതെങ്കിലും ശത്രുക്കളൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു കുഴിയിലൂടെ അവർ ആ ശത്രുക്കളെ ഷൂട്ട് ചെയ്യാനും അതുപോലെ തിളച്ച എണ്ണയൊക്കെ ശത്രുക്കളുടെ ദേഹത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോള് അവരുണ്ടാക്കിയിട്ടുള്ളത്. കോട്ടയുടെ ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ കണ്ട 3 പീരങ്കികളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് നല്ല വ്യൂ ആണ് കാണാൻ വേണ്ടിയിട്ട്. അവിടെ കടലൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര കാറ്റാണ്, നല്ല വെയിലുണ്ട്. പക്ഷെ നമുക്ക് കാറ്റടിക്കുന്നുണ്ട് അത്ര ഫീൽ ചെയ്യത്തില്ല. ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് ഇത്. കൂടെയാണ് നമ്മൾ മുകളിലോട്ട് കയറി വന്നത്. ഈ ഇത്രയും കയറി വരണം. അങ്ങനെ നമ്മൾ കോട്ടയുടെ വിശേഷങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോവുകയാണ്. നമ്മൾ വന്നത് ആ സൈഡിലൂടെയാണ്, ഇറങ്ങിപ്പോകുന്നത് ഇതിലേക്കൂടെയാണ്. നല്ല തന്നെയുള്ള പടികളാണ്. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ നല്ല പണി കിട്ടും. പക്ഷെ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. ആ പടി അതിൻ്റെ 2 ഭാഗത്തും പോച്ചകൾ വളർന്ന് നിൽപ്പുണ്ട്. നല്ല ഗ്രീൻ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മൾ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കോട്ടയോട് വിട പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ആ ഒരു നദി. ഈ നദിയുടെ ആ ഒരു വശത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നത് ഫുൾ പാനാജി സിറ്റിയാണ്. ആ ഒരു വശത്താണ് കാസിനോസിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ വന്ന് പോകുന്നത്.
വിട പറഞ്ഞിട്ട് നമ്മളിനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു ആന തിന്നാനുള്ള വിശപ്പുണ്ട്. അപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കൊങ്ങിണി ക്യാൻറ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. ഗോവയുടെ യഥാർത്ഥ നാട്ടുഭക്ഷണത്തിൻ്റെ രുചി അറിയാൻ മികച്ച സ്ഥലങ്ങളിലൊന്നാണ് ഈ ഓൾഡ് ഗോവയിലുള്ള കൊങ്ങിണി ക്യാൻറ്റീൻ. ഇവിടുത്തെ ഈ ഒരു തിരക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ആളുകൾ വെയിറ്റിംഗ് ആണ്. ഞങ്ങളും അകത്തേറി ടോക്കൺ എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 12 മണിയാകുമ്പോൾ വന്നാൽ വലിയ ബഹളമൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് കയറി കഴിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങളുടെ ടൈം ആയപ്പോൾ ഞങ്ങൾ അകത്ത് കയറി. നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഭയങ്കര ഒരു കുട്ടി റെസ്റ്റോറൻ്റ് ആണ്. ഭയങ്കര വലുതല്ലാത്തത് കൊണ്ടാണ് കുറേ ഇങ്ങനെ വെയിറ്റിംഗ് പോകുന്നത്. അപ്പോൾ പാനാജിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ റെസ്റ്റോറൻറ്റ് പാരമ്പര്യ കൊങ്കിണി ഗോവൻ വിഭവങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പേര് കേട്ടിട്ടുള്ളത്. ഇവിടുത്തെ മീൻ താളിയും പ്രോൺസ് കറിയും ചിക്കൻ കഫ്രിയാൽ പോർക്കിൻ്റെ വിഭവങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. നല്ല ഇപ്പോൾ ഫുഡ് ലവേഴ്സിനൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ കൊങ്ങിണി റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഓർഡർ ചെയ്തത് ഫിഷ് താലിയാണ്. കിങ് ഫിഷിൻ്റെ ഒരു 2 താലിയും പിന്നെ ചിക്കൻ ചില്ലിയുമാണ് ഞങ്ങളുടെ ഫേവറേറ്റ്. എപ്പോഴും ഞങ്ങളത് ഓർഡർ ചെയ്യുമ്പോൾ അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര വിശപ്പ്. എനിക്ക് തീരെ ക്ഷമയില്ല. അപ്പോൾ നമുക്ക് കണ്ടാലോ നമ്മുടെ താലിയിൽ എന്തൊക്കെയാണെന്നുള്ളത്. ഒരു കിങ് ഫിഷിൻ്റെ താലിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇവിടെ റവ ഫ്രൈ ചെയ്ത ഫിഷും പ്രോൺസിൻ്റെ ഒരു കറിയുണ്ട്. പിന്നെ അവരാണെങ്കിൽ നമ്മുടെ മത്തി ഉണ്ടല്ലോ, മത്തീനെ പാലക്കിലിട്ടൊരു പുതിയ തരം ഒരു കറി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്നാലും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവരുടെ ഈ താലിയിലുള്ളത് നമ്മുടെ ഈ ഉണക്കക്കൊഞ്ചിൻ്റെ ചമ്മന്തി കാണും, കക്കയുടെ തോരൻ കാണും, അതുപോലെ എന്തെങ്കിലും ഒരു വെജിറ്റബിളിൻ്റെ ഒരു തോരനോ അങ്ങനെ എന്തെങ്കിലും കാണും. പിന്നെ ഇവർ സാലൻ കൊടുത്തിട്ടുണ്ട്, അച്ചാറും സലാഡും എല്ലാം ഉണ്ട്. പിന്നെ സൈഡിൽ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ചില്ലിയും ഇരിപ്പുണ്ട്. നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയാണ്. ഒരാൾക്ക് ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല മോശം പറയുമല്ല, നല്ല അടിപൊളി യമ്മി ഫുഡായിരുന്നു. ഞാൻ ഇതിന് ലാസ്റ്റ് ടൈം ഞാൻ കഴിച്ച താലിക്ക് എനിക്ക് തോന്നുന്നു 9.5 ആണ് ഞാൻ അവിടെ മാർക്ക് കൊടുത്തത്. ഇതിനും ഞാൻ 9.5, 10ൽ 10 എനിക്ക് കൊടുക്കണം എന്നുണ്ട്. പക്ഷെ എന്നാൽ അത്രയ്ക്ക് നമുക്ക് അങ്ങോട്ട് പോവണ്ട, 9.5 തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പം ഈ പാനാജി സൈഡിൽ വരുന്നവർ ഇവിടെ ഉറപ്പായിട്ടും വരണം. നമ്മുടെ ഈ കേരള നാടൻ ഫുഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രുചി തന്നെയാണ് ഈ ഗോവൻ വിഭവങ്ങൾക്കുള്ളത്. അപ്പം വരുന്നവർ ഇവിടെ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇതാണ് ഇവരുടെ റിസപ്ഷൻ. ഞങ്ങൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് പോവാനായിട്ട് ഒരുങ്ങുകയാണ്. ഇത് കണ്ടോ, അവരൊരു മൊറമൊക്കെ വെച്ചിട്ട് ഡെക്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്യാൻറ്റീനിൽ ഇവിടെ കുറേ സെലിബ്രിറ്റീസൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ ഫോട്ടോസ് അവരിവിടെ വാളിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ സൂം ചെയ്തിട്ട് നോക്കിക്കോളൂ ഇവിടെ ഏതൊക്കെ സെലിബ്രിറ്റീസാണ് വന്നതെന്ന്. എന്തായാലും നമ്മൾ ഇവിടത്തോട് വിട പറഞ്ഞ് ഇറങ്ങുകയാണ്. വെളിയിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പോഴും ആളുകൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ 12 മണിയോടടുത്ത് വന്നാൽ നിങ്ങൾക്ക് ഫുഡ് വലിയ തിരക്കില്ലാതെ കഴിക്കാൻ പറ്റും. ഇപ്പോഴും തിരക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു 2 മണി സമയത്തായിരുന്നു വന്നത്. ഫുഡ് കഴിച്ചിറങ്ങി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് പാനാജിയിലെ അവർ ലേഡി ഓഫ് ദ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചേർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ചേർച്ചാണ്. ഇതിൻ്റെ വെള്ള നിറത്തിലുള്ള നിർമ്മിതിയാൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പള്ളിയാണ് ഇത്. ഭക്തി
ഭക്തികേന്ദ്രമായിട്ട് മാത്രമല്ല അറിയപ്പെടുന്നത്, സിനിമാ പ്രേമികൾക്കും വളരെ സുപരിചിതമായൊരു ലൊക്കേഷനാണ് ഇത്. കുറേ മൂവീസിലൊക്കെ ഈ ഒരു ചേർച്ച് വന്നിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അകത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയി. പക്ഷെ അവിടെ ഇരുന്ന ആളുകൾ ടൂറിസ്റ്റ് അകത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് അകത്തൊന്നും കയറി പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വെളിയിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം നേരെ വിട്ടത് ഫൊണ്ടേനിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ലാറ്റിൻ ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഫേമസ് ആയിട്ടുള്ള കുറേ കെട്ടിടങ്ങളുള്ള സ്ഥലമാണ്. പോർച്ചുഗീസ് ശൈലിയിലുള്ള നിറമേറിയ വീടുകളും ചുരുങ്ങിയ വഴികളും ഈ ഒരു സ്ഥലത്ത് നല്ല അതിമനോഹരമാക്കുന്നുണ്ട്. ഇവിടെയും കുറേ മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഗോവയിൽ നമ്മൾ എത്തുകയാണെങ്കിൽ ഒരു യൂറോപ്യൻ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്നത് അടിപൊളിയായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലോക്കൽ മാർക്കറ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഞാൻ തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറയുന്നത് പോലെ എനിക്ക് ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അത് നോക്കുകയാണ്. ഈ ഒരു ബാഗ് വാങ്ങണമെന്ന് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാനാണെങ്കിൽ അയാളോട് അതിൻ്റെ റേറ്റൊക്കെ ചോദിച്ച് ബാർഗെയിനിങ് ഒക്കെ ചെയ്ത് എടുക്കുകയാണ്. ഇതിന് 800 രൂപയും കണ്ട് അയാൾ പറഞ്ഞു. പക്ഷേ ബാർഗെയിനിങ് ചെയ്ത് ഞാൻ ഇതൊരു 500 രൂപയ്ക്ക് ഒപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിവിടെ വരികയാണെങ്കിൽ അവർ പറയുന്ന റേറ്റിന് വാങ്ങാതെ നിങ്ങളുടെ ബാർഗെയിനിങ് സ്കില്ലൊക്കെ വെളിയിലെടുത്ത് ബാർഗെയിനിങ് ചെയ്തിട്ട് വാങ്ങുക. അപ്പം ഞാൻ ഹാപ്പിയായി. എനിക്ക് 500 രൂപയ്ക്ക് എൻ്റെ ഫേവറേറ്റ് ഈ ഒരു പഴ്സ് കിട്ടിയിട്ടുണ്ട്. ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. ഇതുപോലൊരു ലോക്കൽ മാർക്കറ്റ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ എനിക്കൊരു ഈ ഒരു ബാഗ് ഞാൻ കുറേ സ്ഥലത്ത് നോക്കി. അപ്പോൾ അവിടെ എല്ലാം ഭയങ്കര വിലയാണ് പറഞ്ഞത്. ഞാൻ പ്രതീക്ഷിച്ചൊരു വിലയ്ക്ക് ഇവിടെ എനിക്ക് ഈ ബാഗ് കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പിയായി. അങ്ങനെ അത് മാത്രം വാങ്ങിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. അങ്ങനെ കുറേ കറങ്ങാനൊന്നും നിന്നില്ല. പിന്നെ വെളിയിൽ നല്ല ചൂടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇരുന്നൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കോഫി ഷോപ്പിൽ കയറിയിട്ടുണ്ട്. എനിക്ക് ഈ ഷോപ്പിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഓർമ്മ വരുന്നില്ല. അപ്പോൾ അച്ചു എപ്പോഴത്തെയും പോലെ ഒരു ക്യാപ്പച്ചീനോ ഓർഡർ ചെയ്തു. ഞാനാണെങ്കിൽ എനിക്കൊരു ഐറിഷ് കോൾഡ് കോഫിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ അവിടെ ഒരു എന്തോ ചോക്ലേറ്റ് ബോംബെന്നോ അങ്ങനെ പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ഡെസേർട്ടും കൂടെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കോഫി ഷോപ്പിൽ എന്തിനാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയോ? എൻ്റെ ഒരു വലിയൊരു ട്രിക്ക് ഞാനിവിടെ റിവീൽ ചെയ്യാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തൊട്ട് ഇങ്ങനെ വെളിയിൽ കറങ്ങുമ്പോൾ ഒന്നാമത്തെ കാര്യം ചൂടായതുകൊണ്ട് നമ്മൾ ക്ഷീണിക്കും. അപ്പോൾ കുറച്ച് AC-യിൽ വിശ്രമിക്കുകയും ചെയ്യാം. പ്ലസ് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങാം. അതായത് വാഷ്റൂം നല്ല ക്ലീനുള്ള വാഷ്റൂമൊക്കെ കിട്ടും. വാഷ്റൂമിൽ പോയി നല്ല ഫ്രഷൊക്കെ ആയിട്ട് നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ട് എന്നും ഈ നല്ല ഏതെങ്കിലും കോഫി ഷോപ്പ് തപ്പിപ്പിടിച്ച് കയറുന്നത്. അപ്പം നിങ്ങളും എന്നെപ്പോലെ ഈ ഒരു ട്രിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ യാത്രകളിൽ. അപ്പോൾ എനിക്ക് ഈ കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഡെസേർട്ട് എന്ന് പറഞ്ഞില്ലേ, അതും അത്യാവശ്യം നല്ല ചോക്ലേറ്റി ആയിരുന്നു. അപ്പം അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ ഇറങ്ങി. അടുത്തതായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് പാനാജിയിൽ തന്നെയുള്ള ഒരു അടിപൊളി ബീച്ചാണ്. മിറാമർ ബീച്ചിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് അകത്തോട്ട് പോവാം. നമ്മൾ ബീച്ചിലേക്ക് നടന്നു പോവുകയാണ്. നമ്മൾ ബീച്ചിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു ഫ്രണ്ടിലാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫാമിലി ആയിട്ട് വന്ന് കുട്ടികൾക്കൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചും കൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നിറങ്ങിയപ്പോൾ ഭയങ്കര മഴക്കോളാണ്. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അവിടെ കയറി നിൽക്കും.
തൊട്ടടുത്ത കോണ് പോലെയുണ്ട്. ഇല്ലേ? ആദ്യം മഴ തോർന്നു എന്ന് വിചാരിച്ചിട്ട് പാതി വഴിക്ക് നടന്നതാണ്. പക്ഷെ പിന്നെയും മഴ ഒന്നും കൂടെ കൂടിയപ്പോൾ തിരിച്ചു കയറി നിന്നു. അങ്ങനെ ഫൈനലി മഴ തോർന്ന് ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ്. വലിയ ആളുകളും ബഹളവും ഒന്നും ഇല്ലാത്തൊരു സുന്ദരം ബീച്ചാണ് ഇത്. ഇവിടെ കൂടുതലും ലോക്കൽ ഗോവൻസ് ആണ് ഉള്ളതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ ടൂറിസ്റ്റുകളെ അങ്ങനെ വലുതായിട്ട് കണ്ടതേയില്ല. എനിക്ക് ഗോവയിൽ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബീച്ചാണ് ഈ ഒരു മിറാമർ ബീച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ക്ലീനാണ്. ഇനി അധികം ടൂറിസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ബാക്കി ബീച്ചുകളെ അപേക്ഷിച്ച് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇവിടുത്തെ മണൽത്തരികളാണെങ്കിൽ ഒത്തിരി കടൽ ശംഖുകളും തോടുകളും ചിപ്പികളും ഒക്കെ കാണാൻ പറ്റും. ഇത് നിങ്ങളിനി ശേഖരിച്ച് വെക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. കുറേ ഉണ്ട് ഇവിടെ. വേണമെങ്കിൽ നമുക്കിതെടുത്ത് കഴുകി വീട്ടിൽ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. കടലിൻ്റെ ആ സൈഡിലോട്ട് വലിയ ആഴമില്ല. അതുപോലെ തന്നെ ബാക്കി ബീച്ചുകളെ അപേക്ഷിച്ചാണെങ്കിൽ ചെറിയ തിരമാലകളാണ് ഉണ്ടാവുന്നത്. ഭയങ്കര ഇങ്ങനെ വലിയ തിരമാലകൾ വന്ന് നമ്മളെ മുഴുവനായിട്ടും നനയ്ക്കത്തൊന്നുമില്ല. വളരെ ചെറിയ നമ്മൾ ഈ നദിയിലൊക്കെ കണ്ടിട്ടില്ല, ഈ ചെറിയ ഓളം പോലെ അങ്ങനെയാണ് ഇവിടുത്തെ തിരകൾ. അങ്ങനെ ഭയങ്കരമായിട്ട് അടിച്ച് നമ്മളെ ഫുള്ളായിട്ട് നനയ്ക്കത്തൊന്നുമില്ല. അപ്പം എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഭയങ്കര നമ്മൾ അങ്ങ് കുറേ കരയിലോട്ട് ഇങ്ങനെ ഈ ഒരു തിരമാല പോവും. അങ്ങനെയുണ്ട്. കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു പേടിയൊക്കെ വരും. പക്ഷേ കൊച്ചു കുട്ടികൾക്ക് പോലും കളിക്കാനായിട്ട് ഭയങ്കര നല്ലതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഗോവയിൽ ഇത്രയും വന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ബാഗ ബീച്ചൊക്കെ എൻ്റെ ദൈവമേ എന്ത് വൃത്തികേടായിട്ടാണ് ആളുകൾ ഓരോന്നും ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇത് നോക്കൂ, നല്ല ക്ലീനാണ്. ശരിക്കും ഇവിടെ വന്ന് സമാധാനമായിട്ട് നമുക്ക് സൺസെറ്റൊക്കെ എൻജോയ് ചെയ്യാം, കുറേ ഇങ്ങനെ കളിക്കാം, നല്ല സമാധാനമായിട്ടിരിക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം പറയാലോ. സൂര്യൻ അസ്തമിച്ചു കുഞ്ഞു. ബൈ ബൈ. ഞങ്ങളുടെ ബാക്കിൽ എവിടം വരെ പോകുന്നെന്ന് നോക്കി തിരമാല. ഇത്രയും ബാക്കിൽ പോകുന്നു. ഇത് നോക്ക്, നമ്മൾ ഫുൾ നനയും. ഇപ്പൊ ഇത് മിക്കവാറും എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഇന്നത്തെ ഫുൾ കറക്കം പഞ്ചിമിലായിരുന്നു. അപ്പോൾ പഞ്ചിമിൽ ലാസ്റ്റ് ഞങ്ങൾ കറങ്ങാൻ വന്നത് മിറാമർ തന്നിട്ടുള്ളൊരു ബീച്ചാണ്. ഇത് ഭയങ്കര അടിപൊളി ബീച്ചാണ്. കാരണം നമുക്ക് കുറേ ഇങ്ങനെ അകത്തോട്ട് ഒട്ടും ഇങ്ങനെ എന്താ പറയുന്ന ആഴമില്ല. കുറേ ഉണ്ടല്ലോ ഇതിൽ. ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ അകത്തോട്ട് പോവാം. വലിയ ആഴമൊന്നുമില്ല. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ലാസ്റ്റ് ഞങ്ങളുടെ കറക്കത്തിൻ്റെ സ്പോട്ട് ഇതായിരുന്നു. ഇനി നമ്മൾ പഞ്ചിം വിട്ടിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് എവിടെയായിരുന്നു? ഞാൻ മറന്നുപോയി. എൻ്റെ മുഖമൊക്കെ കണ്ട ഞാൻ കരിക്കുട്ടി ആയിട്ടുണ്ട് അല്ലേ. ബീച്ചിലാണെങ്കിൽ കോണ് കരിച്ചു വെക്കത്തില്ലേ, കോണാണെങ്കിൽ കനലിട്ട് ചുട്ടെടുത്തതുപോലെയാണ് എൻ്റെ ഫേസ് എന്ന് പറയുന്നത്. ഭയങ്കര വെയിലൊന്നുമില്ല, പക്ഷെ എന്നാലും ഭയങ്കര ടാനായി. പക്ഷേ ആരെങ്കിലും ഗോവയിൽ വരുന്നുണ്ടെങ്കിൽ പഞ്ചിം ഭാഗത്തേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ബീച്ചിൽ വരണം. നല്ല രസമാണ്. കുറേ നമുക്കിങ്ങനെ ഡെപ്ത് ഭയങ്കര ഇങ്ങനെ ആഴമില്ല, എന്നാൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം. തിരമാലയാണെങ്കിൽ ഭയങ്കര ചെറുതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കണം. അത്രയേ ഉള്ളൂ. കുഞ്ഞാ
അങ്ങനെ ബീച്ചിനോട് വിട പറഞ്ഞ് ഞങ്ങൾ വെളിയിൽ വന്നപ്പോൾ ഇവിടെ ഒരു റെഡ് കളർ ഓപ്പൺ ഡെക്ക് ബസ് കിടക്കുന്നത് കണ്ടു. ഇത് ഇവിടുത്തെ ലോക്കൽ ബസ്സാണോ അതോ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് സിറ്റി ടൂർ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ചോദിച്ചില്ല. എന്തായാലും കയറിയാൽ പാനാജി സിറ്റി ഒരു ടൂർ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ സമയം ഏകദേശം 7:15. ഞങ്ങൾ ഈ ഒരു ഓൾഡ് ഗോവ പാനാജി, പ്രത്യേകിച്ച് എൻ്റെ ഫേവറേറ്റ് മിറാമർ ബീച്ചിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ സിയോലിം നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ ഞാൻ ഉച്ചയ്ക്ക് കാണിച്ചില്ലേ മണ്ടോവി നദിയിൽ കുറേ കാസിനോസ് ഒക്കെ കിടക്കുന്നത്. അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് ആ കാസിനോസ് കാണാനായിട്ട് പറ്റും. ഗോവയുടെ നൈറ്റ് ലൈഫിൻ്റെ പ്രധാന ആകർഷങ്ങളിലൊന്നാണ് ഇവിടെയുള്ള കാസിനോകൾ. മണ്ടോവി നദിയിൽ തങ്ങി നിൽക്കുന്ന ഫ്ലോട്ടിംഗ് കാസിനോകളും കരയിലുള്ള കാസിനോയിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ വേറൊരു വൈബാണ് അതുള്ളത്. വ്യത്യസ്തമായ അനുഭവം നൽകുന്ന ലൈവ് ഗെയിമുകളും സംഗീതം, ഡിന്നർ എന്നിവ ചേർന്നിട്ടുള്ളൊരു ലക്ഷറി നൈറ്റ് ഔട്ടാണ് ഈ ഒരു കാസിനോയിൽ നമുക്ക് കിട്ടുന്നത്. വൺ ടൈം വേണമെങ്കിൽ എല്ലാവർക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനും അച്ഛനും ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാസിനോയിൽ പോകണം എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ലാസ്റ്റ് ടൈം ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. പിന്നെ അത് 18+ വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ എൻട്രി ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ സിയോലിമിലെത്തും. നല്ല മഴയായിരുന്നു. അപ്പോൾ വെളിയിൽ നിന്ന് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല. ഞങ്ങൾ ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ടുവന്നു. ചില്ലി ചിക്കനും പിന്നെ പ്രോൺസ് ബിരിയാണിയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ച് എൻജോയ് ചെയ്യാണ്. വീട്ടിൽ വന്നൊന്ന് ഫ്രഷായി ഒന്ന് ഇരിക്കും. ഇന്നത്തെ യാത്ര കുറച്ച് ഹെവി ആയിരുന്നു. ഇനി കുറച്ച് നേരം ഞങ്ങൾ ഈ ഫുഡൊക്കെ കഴിച്ച് മൂവിയൊക്കെ കണ്ട് എൻജോയ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ കാണാം. എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലിടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.